നെല്ല് സംഭരണം പാളി. സപ്ലൈകോ പണം നൽകാത്തതിനെ തുടർന്ന് കർഷകർക്ക് ബാങ്കുകളിൽ PRS വായ്പ നിഷേധിച്ചു. ഇതോടെ 73,062 കർഷകരാണ് കടക്കെണിയിലായത്. നെല്ല് സംഭരിച്ച വകയിൽ 785 കോടി രൂപയാണ് കർഷകർക്ക് സപ്ലൈകോ നൽകാനുള്ളത്. വയലിൽ പൊന്നു വിളയിച്ച കർഷകന്റെ കയ്യിൽ ഇപ്പോൾ ബാക്കിയുള്ളത് വെറും കടലാസുകൾ മാത്രമാണ്. നെല്ല് സംഭരിച്ച വകയിൽ സപ്ലൈകോ സംസ്ഥാനത്തെ 73,062 കർഷകർക്ക് നൽകാനുള്ളത് 785 കോടിയോളം രൂപ. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്നതിന് കാലതാമസമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് PRS വായ്പാ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോയത്. സപ്ലൈകോ നൽകുന്ന പാടി രസീത് ഷീറ്റുമായി ബാങ്കുകളിലെത്തുന്ന കർഷകന് ബാങ്കുകൾ വായ്പ അനുവദിക്കും. ഈ സീസണിൽ SBI കാനറ ബാങ്ക് കൺസോർഷ്യവുമായാണ് സപ്ലൈകോ കരാർ ഒപ്പുവെച്ചത്. പരമാവധി 450 കോടി രൂപ PRS വായ്പയായി നൽകാനായിരുന്നു കരാർ. ഈ പരിധി കഴിഞ്ഞാൽ വായ്പ നൽകുന്നത് ബാങ്കുകൾ നിർത്തും. എന്നാൽ കരാർ പ്രകാരമുള്ള വായ്പാ പരിധി കഴിഞ്ഞിട്ടും സപ്ലൈകോ പണം തിരിച്ചടയ്ക്കാതായതോടെ മാർച്ച് 18 മുതൽ കർഷകർക്ക് വായ്പ നൽകുന്നത് ബാങ്കുകൾ നിർത്തി. ഇതോടെ ബാങ്കുകളിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നും പലിശയ്ക്കും മറ്റും ലക്ഷങ്ങൾ കടം വാങ്ങി കൃഷി ഇറക്കിയ 10,000-കണക്കിന് കർഷക കുടുംബങ്ങളാണ് പെരുവഴിയിലായത്. പാലക്കാട് ജില്ലയിൽ മാത്രം 443 കോടി രൂപ കർഷകർക്ക് വിതരണം ചെയ്യാനുണ്ട്. ആലപ്പുഴ, തൃശൂർ, കോട്ടയം, മലപ്പുറം ജില്ലകളിലും പ്രതിസന്ധിയാണ്. ആലപ്പുഴ ജില്ലയിൽ നെല്ലുവില ഇനത്തിൽ 13,731 കർഷകർക്ക് ലഭിക്കാനുള്ളത് 173.36 കോടി രൂപയാണ്. ഒരു മാസമായി ഈ പണം കാത്തിരിക്കുകയാണ് ആലപ്പുഴയിലെ കർഷകർ. പാലക്കാട് ജില്ലയിൽ വലിയൊരു വിഭാഗം കർഷകർക്ക് ഇനിയും സംഭരണ സ്ലിപ്പുകൾ പോലും സപ്ലൈകോയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും സപ്ലൈകോയ്ക്കും കർഷകർ പരാതി നൽകിയെങ്കിലും അധികൃതർ കൈമലർത്തുകയാണ്. ജീവിത ചെലവിന് പോലും പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ 10,000-കണക്കിന് വരുന്ന കർഷകരും. അതേസമയം താൽക്കാലിക ഫണ്ട് ക്ഷാമമാണ് പണം വൈകാൻ കാരണമെന്നും ഉടൻ തന്നെ പ്രതിസന്ധി പരിഹരിക്കുമെന്നും സപ്ലൈകോ അറിയിച്ചു. അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.